ഗായ്സ്, തലയിൽ നിങ്ങൾക്ക് ഹെയർ ഫോൾ അഥവാ ഡാൻഡ്രഫ് എന്നിങ്ങനെയുള്ളവരോട് പറയാം. ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു ഐറ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ 1.5 മാസത്തേക്ക് സാധനം ഉണ്ടായിരുന്നു. 3 മാസത്തോളം ഉണ്ടാവും ചിലപ്പോൾ. ഇത് നിലനിർക്കും. 3 മാസം കഴിയുമ്പോൾ പിന്നെയും ഡാൻഡ്രഫ് ചിലവരുടെ തലവരും, ചിലവർക്ക് ഇത് ചെയ്തതിന് തന്നെ പോയിക്കോളും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതെൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രേ എടുക്കുന്നുള്ളൂ. കാരണം ഇത്രയും വലിയ മരമായിട്ടും ഒന്നു വരെ ഉണ്ട്. എനിക്ക് പൊക്കം ഇല്ലാത്തതുകൊണ്ട് അവിടെയാണ് എല്ലാ സാധനവും കിടക്കുന്നത്, അതിന് മുകളിലോട്ട്. അപ്പം അതുകൊണ്ട് ഇത്രയും പൊക്കമൊന്നും ആർക്കും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും പറിച്ചത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഒപ്പം വേറെ സാധനങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ്, തുളസി നമ്മൾ ഇത്ര എടുക്കാനുള്ളൂ. ഏകദേശം എൻ്റെ ഒരു ഇച്ചിരി കണ്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആര്യവേപ്പില അത് ധാരാളം ഉണ്ടെങ്കിൽ തുളസിയും ധാരാളം എടുക്കുക. കാരണം ആര്യവേപ്പില കൂടുതൽ വേണം, എന്നാൽ മാത്രമേ നമുക്ക് തുളസി ഇച്ചിരി ഇടാൻ പാടുള്ളൂ. ആര്യവേപ്പിലാണ് മെയിൻ നമ്മളുടെ തലയ്ക്ക്. കാരണം ആര്യവേപ്പില ഇട്ടാൽ ഡാൻഡ്രഫ് പോവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ആര്യവേപ്പില വേണ്ടത്. കുറച്ച് കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കുറച്ച് മതി. ഇതേപോലത്തെ കുറച്ച് മതി. ഇതേപോലത്തെ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരെണ്ണം കൂടി എടുത്തു. പിന്നെ വേണ്ടത് നമുക്ക് കറ്റാർവാഴയാണ്. ഇത്രയും വലിയൊരു കറ്റാർവാഴയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം എൻ്റെ ഇത്ര ഉണ്ടാവും. ആൻഡ് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്കിതെല്ലാം ഒന്ന് കഴുകിയെടുക്കാവേ. നമ്മളിതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആര്യവേപ്പിലയിലും എല്ലാത്തിലും ചിലതിലൊക്കെ തുളസിയിലൊക്കെ പുഴുണ്ടാകാൻ സാധ്യത. അപ്പം അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് വേറൊരു ബൗളിലേക്ക് അരിഞ്ഞിടണം. ഇതെന്താണെന്ന് അറിയുമോ? അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത്രയും വേസ്റ്റ് അതിലുണ്ടായിരുന്നു. ബൗൾസ് എല്ലാം നിരത്തി വെച്ചു. ഓരോന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുക. ഗൈസ്, നമ്മൾ ആര്യവേപ്പ് ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ എൻ്റെ പേരെന്തായിരുന്നു? കറ്റാർവാഴയെ നമ്മൾ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. എൻ്റെ പേര് കറ്റാർവാഴ. സൈഡിൽ ആ മുള്ള് കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെല്ലാം ഇട്ടേക്കുന്നത്, കണ്ടോ. ആൻഡ് പിന്നെ തുളസിയും കട്ട് ചെയ്ത് പിന്നെ വേപ്പില ഇതാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം കൂടിക്കൊണ്ട് മിക്സിയിട്ട് അരക്കാം. ഈ പേസ്റ്റ് പോലെ അരച്ച് വെച്ചതിൽ ജ്യൂസ് പോലെ നമുക്ക് കിട്ടുമല്ലോ, വെള്ളം. അത് നമുക്ക് അരിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് നന്നായി ഒരു ജ്യൂസ് പോലെ ഇതിലോട്ട് താഴത്തോട്ട് അരിച്ചെടുക്കാം. താരനോട്ടോ ഇരുന്ന് ഉറച്ചു. അപ്പം ഈ തലയിലേക്ക് നമുക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ടാറ്റാ, ബൈ ബൈ.